ചങ്ങായിമാരെ, ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു, നമ്മൾ ആർപിക് ഹുസൈനില്ലേ സ്വന്തം ഉമ്മ മരിച്ചിട്ട് ഉമ്മേനെ അവഹേളിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ട് സംഘികൾ എന്താണ് അയാളെ സപ്പോർട്ട് ചെയ്തിട്ട് വരാത്തേന്ന്. അപ്പോഴാ എനിക്ക് മനസ്സിലായത് സംഘികൾ മൊത്തം ആ ഫ്രോഡിന്റെ കൂടെ തന്നെയാണ്. ഞാൻ ആരെയും കാണാതെ പോയതാണ്. അങ്ങനെ കുറച്ചു നേരം മുന്നേ സംഘികളുടെ എല്ലാമായ യുഗപുരുഷനല്ലേ ടി ജി മോഹൻദാസ് നമ്മൾ ഈ ആർപിക് ഹുസൈനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ആയിട്ട് വന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ആർപിക് ഹുസൈൻ ചെയ്ത ആ ചെറ്റത്തരത്തിനുണ്ടല്ല അയാളെ ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ ആർപിക് ഹുസൈനേക്കാളും വൃത്തികെട്ട അത്രയും മാനസിക നിലയുള്ള ആൾക്കാർക്ക് മാത്രമേ പറ്റൂ. എന്തായാലും അത്തരക്കാരനായ ആർപിക് ഹുസൈനെ സ്നേഹിക്കുന്ന ഒരുപാട് അനുകൂലിക്കുന്ന ടി ജി മോഹൻദാസ് പറഞ്ഞ കുറച്ച് മൊഴിമുത്തുകൾ നമുക്ക് കേട്ടിട്ട് വന്നാലോ? ശ്രീ ആരിഫ് ഹുസൈൻ തെരുവത്തിനെ എല്ലാവർക്കും അറിയാം. ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ആ വ്യക്തിയെ. അദ്ദേഹത്തിൻ്റെ അമ്മ, മുസ്ലിങ്ങൾ ഉമ്മ എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ച വിവരം അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നാണ് ഞാൻ അറിഞ്ഞത്. വീണ്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആ വിഷയത്തിൽ അദ്ദേഹം ഇട്ടു. രണ്ടും വളരെ ഹൃദയസ്പർശിയായ ഫേസ്ബുക്ക് പോസ്റ്റുകളായിരുന്നു. ആദ്യത്തേത് പ്രത്യേകിച്ചും, രണ്ടാമത്തത് പലർക്കുള്ള മറുപടിയായിരുന്നു. ആദ്യത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം അമ്മയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മ ഉപേക്ഷിച്ചിരുന്നു എന്നുള്ളത്. സാധാരണഗതിയിൽ അമ്മമാർ മക്കളെ ഉപേക്ഷിക്കാറില്ല. അതെന്ത് കാരണം കൊണ്ടാണെങ്കിലും, കള്ളനായാലും കൊലപാതകയായാലും എന്ത് മഹാപാപം ചെയ്തവനാണെങ്കിലും അവൻ എൻ്റെ മകനാണ് എന്ന് അമ്മ എപ്പോഴും വിചാരിക്കും. ടി ജി മോഹൻദാസ് പറഞ്ഞിട്ടില്ലേ ആർപിക് ഹുസൈൻ ആദ്യമായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റിലെ അത് ഭയങ്കരമായി ഹൃദയസ്പർശിയാണെന്ന്. ഒന്ന് ആലോചിച്ചിട്ടെ, മരണപ്പെട്ട സ്വന്തം ഉമ്മാന ജിഹാദി എന്ന് വിളിച്ചൊരു ക്രൂരനിട്ട പോസ്റ്റ് വളരെ ഹൃദയസ്പർശിയാ പോലും. ടി ജി മോഹൻദാസെ, ഹൃദയമുള്ളവർക്കുണ്ടല്ല ആർപിക് ഹുസൈൻ ചെയ്ത ആ കാര്യമുണ്ടല്ല, ആ കാര്യത്തെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. പക്ഷെ ടി ജി മോഹൻദാസിന് ഹൃദയം ഇല്ലാത്തതുകൊണ്ട് അത് ഭയങ്കരമായിട്ട് ഹൃദയസ്പർശിയും ഭയങ്കരമായി ഇഷ്ടപ്പെടുകയും ചെയ്യും. പിന്നെ ടി ജി, ഒരു മകൻ കൊലപാതകയോ കള്ളനോ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒരു അമ്മക്ക് സഹിക്കാനും ക്ഷമിക്കാനൊക്കെ പറ്റും. പക്ഷെ ഒരു മകൻ രാവിലെ മുതൽ പാതിരാത്രി വരെ മൊബൈലിന്റെ മുന്നിൽ നിന്നിട്ട് ഹിന്ദുവിനെയും നല്ല രീതിയിൽ നടന്നു പോകുന്ന ഹിന്ദുവിനെയും മുസ്ലിം തമ്മിൽ അടുപ്പിക്കാനുള്ള പരിപാടി എടുക്കുമ്പോൾ ഏതൊരു ഉമ്മക്കും ആ മകനെ സ്നേഹിക്കാൻ പറ്റൂല ടി ജി. അതായത് യഥാർത്ഥ ഉമ്മക്ക്, ആത്മാഭിമാനമുള്ള രാജസ്നേഹിയ ഒരു ഉമ്മക്കും ഇത്തരം മക്കളെ സ്നേഹിക്കാനോ നല്ലത് പറയാനോ പറ്റൂല ടി ജിയെ. അതുകൊണ്ട് ഇവനെ പോലെയുള്ള നാടിന് ഒരു ഉപകാരവും ഇല്ലാതെ നാടിന് ദോഷം മാത്രം ചെയ്യുന്ന കുറെ മക്കളുണ്ടല്ല ഇവനെ പോലത്തെ ടീം, അവരെയൊക്കെ ഉണ്ടല്ല ഏത് അമ്മയായാലും ശരി ഏത് ഉമ്മയായാലും ശരി തള്ളിപ്പറയുക തന്നെ വേണം. അതാണ് നമ്മുടെ നാടിന്റെ ആവശ്യം. അങ്ങനെ തള്ളിപ്പറഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ നാടുണ്ടല്ല ഈ നാട് നന്നാവും ടി ജിയെ. പിന്നെ ടി ജി അതിന്റെ അടുക്ക് പറഞ്ഞു ആർപിക് ഹുസൈനെ നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അത് ഏത് കാര്യം നമുക്കറിയട്ടാ, മുസ്ലിങ്ങളെ കുറ്റം പറയുന്നത് മാത്രമാണ് ടി ജിക്ക് ആർപിക് ഹുസൈനോട് ഇത്രമാത്രം സ്നേഹവും ഇത്രമാത്രം ഇഷ്ടവും വരാനുള്ള കാരണം. അല്ലാണ്ട് ടി ജിക്ക് ഉണ്ടല്ലോ ആർപിക് ഹുസൈൻ ഇഷ്ടപ്പെടാൻ വേണ്ടി വേറെ ഒരു കാരണമില്ലാന്ന് നമുക്കെല്ലാം അറിയാം. പിന്നെ നിങ്ങൾ പറഞ്ഞു ആർപിക് ഹുസൈനെ കേരളത്തിൽ ഏറെക്കുറെ എല്ലാവർക്കും അറിയാം. അതെന്തിനാണ്? എന്തെങ്കിലും നല്ല കാര്യം ചെയ്തുകൊണ്ടോ നല്ല കാര്യം കണ്ടുപിടിച്ചത് കൊണ്ടോ അല്ല. നമുക്കുണ്ടല്ലോ ഈ ഗോവിന്ദചാമിനെ എങ്ങനെയാന്ന് മലയാളിക്ക് അറിയാം, കുപ്രസിദ്ധനായിട്ട്. അതുപോലെ കുപ്രസിദ്ധിയിലൂടെ മാത്രമേ ഈ ആർപിക് ഹുസൈൻ ആ മലയാളിക്ക് അറിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വെളുപ്പിക്കാൻ നോക്കുന്ന, പൊക്കി പറയാൻ നോക്കുന്ന ഈ ആർപിക് ഹുസൈൻ ഉണ്ടല്ല അധികം ഡെക്കറേഷൻ ഒന്നും വേണ്ട. വർഗീയവാദി ആർപിക് ഹുസൈൻ അത്രമാത്രം വിളിച്ചാൽ മതി. നമുക്കിനി ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളായ ടി ജി മോഹൻദാസ് ആർപിക് ഹുസൈനെ കുറിച്ച് പറയുന്ന അടുത്ത മനോഹരമായ വർഗീയത കേട്ടിട്ട് വന്നാലോ? പക്ഷേ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക്, ക്യാരക്ടറുള്ള ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ആരിഫിനോട് ഒരുപാട് സ്നേഹം തോന്നിയിട്ടുണ്ട്. ആരിഫിൻ്റെ ചിന്തകളോടെല്ലാം യോജിപ്പുള്ളവനല്ല ഞാൻ. പക്ഷെ ചിന്തകളോട് യോജിപ്പില്ലെങ്കിൽ പോലും ഒരു നിലപാടിൽ ഒരാൾ സത്യസന്ധമായിട്ട് ഉറച്ചു നിൽക്കുകയും അതിനോട് കൂറു പുലർത്തുകയും അതിനുവേണ്ടി അഹോരാത്രം പ്രചാരണ വേല ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് ആ വ്യക്തിയുടെ സ്വഭാവത്തെപ്പറ്റി ഒരു ബഹുമാനം തോന്നും. അങ്ങനെ ആ വ്യക്തിയോടും ഒരു മതിപ്പ് തോന്നും. ഇതാണ് എനിക്ക് ആരിഫ് ഹുസൈനോടുള്ള മതിപ്പ്. അത് കുഴപ്പമില്ല ടി ജിയെ. കാരണം ആർപിക് ഹുസൈനെ സ്നേഹിക്കണമെങ്കിൽ അയാളുടെ ഒരു മതിപ്പ് തോന്നെങ്കിൽ ആർപിക് ഹുസൈനെക്കാളും വൃത്തികെട്ടവനായിരിക്കണം. അങ്ങനെയുള്ള ഒരാളാണ് ടി ജി മോഹൻദാസ് എന്ന് നമ്മളെ മുന്നിൽ തെളിയിച്ചതിന് ഒരുപാട് നന്ദി ടി ജി, ഒരുപാട് നന്ദി. എന്തായാലും മരണപ്പെട്ടു പോയ സ്വന്തം ഉമ്മയെ ജിഹാദി എന്ന് വിളിച്ച് അധിക്ഷേപിച്ച ആർപിക് ഹുസൈനെ നിങ്ങൾ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയോട് എത്രമാത്രം സ്നേഹം ഉണ്ടായിരുന്നെന്ന് ഏറെക്കുറെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. നമുക്ക് ടി ജിയുടെ അടുത്ത ആർപിക് വെളുപ്പിക്കൽ കണ്ടിട്ട് വരാം. പക്ഷേ ആരിഫ് ഹുസൈൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, സ്വന്തം അമ്മ ആരിഫ് ഹുസൈനെ തള്ളിപ്പറഞ്ഞിരുന്നു. എനിക്കിങ്ങനെ ഒരു മകനില്ലായിരുന്നെങ്കിൽ എന്ന് ആശിച്ചിരുന്നു. പരസ്യമായിട്ട് തന്നെ പറഞ്ഞിരുന്നു. ഇവനെ പ്രസവിച്ച ഗർഭപാത്രം വലിച്ചെറിഞ്ഞ് കളയാൻ എനിക്ക് തോന്നുന്നു എന്നുവരെ ആ അമ്മ പറഞ്ഞു വെച്ചു. അവനെ ആരെങ്കിലും ഒന്ന് കൊന്നു തന്നിരുന്നെങ്കിൽ എന്ന് ആ അമ്മ വിലപിച്ചു. ഇതെല്ലാം ആരിഫ് ഹുസൈൻ ഹൃദയം തകരുന്ന ഭാഷയിൽ, എന്നാൽ വികാരഭരിതനാവാതെ
ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതുന്നു. അത് വായിച്ച് എനിക്ക് അത്യന്തം സങ്കടം തോന്നി. ഞാൻ ആരിഫ് ഹുസൈനെ വിളിച്ചു. പ്രത്യേകിച്ചൊന്നും എനിക്ക് പറയാനുണ്ടായിരുന്നില്ല. ഹൗ ആർ യു എന്ന് ചോദിച്ചു. ഫൈൻ എന്ന് പറഞ്ഞു. ആ സംഭാഷണം അവിടെ അവസാനിച്ചു. എന്നാലും സ്വന്തം ഉമ്മ മരിച്ചിട്ട് ഒരാൾ വിളിച്ചിട്ട് അവാറിന്ന് ചോദിച്ചപ്പോ ഫൈൻ, അടിപൊളി, സുഖം തന്നെ എന്ന് പറഞ്ഞ ആർപി ഹുസൈനെ പോലത്തെ വൃത്തികെട്ട മനസ്സുള്ള ഒരുത്തൻ ഈ ലോകത്ത് വേറെ എവിടെ ഉണ്ടാവില്ല എന്റെ ടി ജി മോഹൻദാസ്. പിന്നെ ഒരു ഉമ്മ സ്വന്തം മകനെ ഇത്രമാത്രം വെറുക്കണമെങ്കിൽ, ഇത്രമാത്രം തള്ളിപ്പറയണമെങ്കിൽ ആ ഉമ്മയെ എത്രമാത്രം ആ മകൻ വേദനിപ്പിച്ചിട്ടുണ്ടാവും എന്റെ ടി ജി. ആ വേദനയൊന്നും മനസ്സിലാകാതെ ഇങ്ങനെ നിഷ്കളങ്കനായ സംഖ്യ ഉണ്ടല്ല, ആ സംഖ്യന്റെ അഭിനയിക്കല്ലേ ടി ജി. ആ ഉമ്മ ആർപി ഹുസൈനെ വെറുത്തതും തള്ളിപ്പറഞ്ഞതും നിരീശ്വരവാദി ആയതുകൊണ്ട് മാത്രമല്ല, അയാൾ നിരീശ്വരവാദി എന്ന ലേബൽ ഇരുന്നുകൊണ്ട് ഈ നാട്ടിൽ വർഗീയത ഉണ്ടാക്കി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിൽ തല്ലിക്കാനുള്ള പരിപാടി എടുക്കുന്നത് കൊണ്ട് കൂടിയാണ് ആ ഉമ്മ ആ മകനെ ഇത്രമാത്രം വെറുത്തതും ഇത്രമാത്രം തള്ളിപ്പറഞ്ഞതും. അത്തരത്തിലുള്ള ഒരു വേട്ടാവളിയനായ മകനുണ്ടല്ല, ഏത് അമ്മയാലും ശരി, ഏത് ഉമ്മയാലും ശരി, തള്ളിപ്പറയുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആ വേട്ടാവളിനെ അധികം വെളുപ്പിക്കില്ല ടി ജി. നമുക്ക് ടി ജിയുടെ അവസാനത്തെ ആർപ്പിക്കിട്ട് കഴുകി വെളുപ്പിക്കലും കൂടി കണ്ടിട്ട് വരാം. പക്ഷെ അതിൻ്റെയൊക്കെ പേരിൽ മനുഷ്യബന്ധങ്ങൾ ഇല്ലാതെയാവും. പ്രത്യേകിച്ച് അമ്മയും മകനും തമ്മിലുള്ള ബന്ധം ഇല്ലാതെയാവുക, അമ്മ മകൻ്റെ മരണത്തിന് വേണ്ടി ആശിക്കുക, ഇതൊക്കെ അത്യപൂർവമായ കാര്യങ്ങളാണ്. ഇതും എൻ്റെ ജീവിതത്തിൽ എനിക്ക് കാണേണ്ടി വന്നു. അത് വളരെ സങ്കടകരമാണ്. ആരിഫ് ഹുസൈൻ്റെ ആ കുറിപ്പ് എല്ലാവരും വായിച്ചു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വായിക്കാത്തവർ ഫേസ്ബുക്കിലുണ്ട്, വായിക്കുക. ഏതായാലും ആരിഫ് ഹുസൈൻ എന്ന ചെറുപ്പക്കാരന് ഞാൻ എല്ലാ നന്മകളും ആശംസിക്കുന്നു. താങ്ക് യു. നല്ലതാണ് ടി ജി, നല്ലതാണ്. ആർപി ഹുസൈനെ പോലത്തെ വൃത്തികെട്ട മനസ്സുള്ളാക്കണ്ടല്ല, നിങ്ങളെപ്പോലുള്ള ആള് തന്നെ ആശംസ അറിയിക്കണം. കാരണം അയാളെക്കാളും വൃത്തികെട്ട മനസ്സുള്ള ആൾക്ക് മാത്രമേ അയാളെ സ്നേഹിക്കാനും അയാൾക്ക് ആശംസ അർപ്പിക്കാനും കഴിയൂ. അതുകൊണ്ട് അത്രയും വൃത്തികെട്ട മനസ്സുള്ളവര് നിങ്ങളും നിങ്ങളെ സംഖ്യകളും അല്ലാതെ വേറെ ആര് ടി ജി ഈ ലോകത്ത് വേറെ ആരാണുള്ളത്? അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറട്ടെ, നമ്മുടെ നാട്ടിൽ വിദ്വേഷവും സംഘർഷവും വർഗീയത ഉണ്ടാക്കാൻ നോക്കുന്നത് ആരായാലും അവരുടെയൊക്കെ അമ്മമാരും ഉമ്മമാരും അത്തരക്കാരെ തള്ളിപ്പറയുക തന്നെ വേണം. അന്തസ്സും തന്റെ ഇടവും രാജ്യസ്നേഹമുള്ള ഏതൊരമ്മയും ഏതൊരു ഉമ്മയും അത്തരം മക്കളെ തള്ളിപ്പറയുക തന്നെ ചെയ്യും ടി ജി. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ആർപി ഹുസൈന്റെ ഉമ്മ എന്ന് പറഞ്ഞ ആ ഉമ്മയുണ്ടല്ല, ആ ഉമ്മ അന്തസ്സുള്ള നല്ല തന്റെ ഇടമുള്ള രാജ്യസ്നേഹിയായ ഒരു ഉമ്മയാണ് നമ്മളെ മലയാളികൾക്ക് മൊത്തം. നിങ്ങളെ സംഖ്യകൾക്ക് അങ്ങനെ ആയിരിക്കില്ല, നമ്മൾ മലയാളികൾക്കുണ്ടല്ലോ ആ ഉമ്മയോട് ഒരുപാട് സ്നേഹമുണ്ട് ടി ജി. അതുകൊണ്ട് കേരളത്തിൽ സംഖ്യകളല്ലാത്ത എല്ലാവരും ആ ഉമ്മയുടെ കൂടെ തന്നെയാണ്. സംഖ്യയിലുണ്ടല്ലോ പാകിസ്ഥാന് വേണ്ടി ചാരപ്പണിയെടുത്ത കുറെ സംഖ്യകളില്ലേ, അവരെ വെളുപ്പിക്കാനുള്ള തിരക്കിലാണ്. അതുകൊണ്ട് ഈ ഉമ്മയുടെ നന്മയും രാജ്യസ്നേഹവും സംഖ്യക്ക് കാണാൻ പറ്റൂല. അതുകൊണ്ട് ടി ജി നിങ്ങളെപ്പോലുള്ളവരിൽ നിന്നും ഇതിലും വൃത്തികെട്ട സംഭവം മാത്രമേ മലയാളി പ്രതീക്ഷിക്കുന്നുള്ളൂ. അതായത് ആർപി ഹുസൈനെ പോലത്തെ വൃത്തികെട്ടവനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അവനേക്കാളും വൃത്തികെട്ട മനസ്സുള്ളവനായിരിക്കണം. നിങ്ങൾ അത്തരക്കാരനാണെന്ന് നമ്മളെ മലയാളികളുടെ മുന്നിൽ നിങ്ങൾ ഇന്ന് തെളിയിച്ചു കഴിഞ്ഞു ടി ജി, തെളിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഒരിക്കൽ കൂടി ആ ആർപി ഹുസൈന്റെ തന്റെ രാജ്യസ്നേഹമുള്ള ആ ഉമ്മക്ക് എന്റെ ആദരാഞ്ജലികൾ. എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.